ഞാൻ ആന്ധ്രാപ്രദേശിലാണുള്ളത്, തിരുപ്പതി എന്ന് പറഞ്ഞ സ്ഥലത്ത്. ഇവിടെ കണ്ടൊരു കാഴ്ചയാണ് കേട്ടോ. ആ കാണുന്ന ഫ്ലാറ്റുകളൊക്കെ ഉണ്ടല്ലോ, ഒക്കെ ഗവൺമെന്റ് ഉണ്ടാക്കി കൊടുത്താണ് കേട്ടോ. അവിടെ മാത്രമല്ല കേട്ടോ, ഈ ഒരു ഏരിയക്ക് ഇങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ ഈ ഏരിയയിൽ മൊത്തം ഏകദേശം 2000 കുടുംബത്തോളം ഇവിടെ ഉണ്ട് എന്നാണ് അറിയപ്പെടുന്നത് കേട്ടോ. ഓരോ ഫ്ലാറ്റിലും ഏകദേശം 6 ഫാമിലിക്ക് താമസിക്കാവുന്ന രീതിയിലാണ് ഇതിന്റെ ഡിസൈനിങ് കാര്യങ്ങളൊക്കെ വരുന്നത്. പിന്നെ അത്യാവശ്യം പ്രകൃതി രമണീയമായിട്ടുള്ള കാഴ്ചകളിലൂടെയാണ് ഒരു ഗ്രാമീണ വൈവിധ്യം എന്ന് വേണമെങ്കിൽ പറയാം കേട്ടോ. വാട്ടർ ടാങ്ക് ഉണ്ട്, ഇങ്ങനെയുള്ള സംവിധാനങ്ങളൊക്കെ കൊടുത്തിട്ട് ഫുള്ള് സെറ്റപ്പാണ്. അതിൽ വെള്ളം വരും. രാവിലെ ഒരു 6 മണിക്ക് വെള്ളം നമ്മളെ അപ്പാർട്ട്മെൻറ്റുകളൊക്കെ സപ്ലൈ ചെയ്യുന്ന സംവിധാനം കാര്യങ്ങളൊക്കെയാണ് ചെയ്തു വെച്ചിട്ടുള്ളത്. ഈ ഫ്ലാറ്റുകൾ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഐഡൻറ്റിറ്റി കാർഡ് കാര്യങ്ങളൊക്കെ ഉള്ള ആൾക്കാരില്ലേ, അങ്ങനത്തെ ആൾക്കാർക്ക്, റൂമില്ലാത്ത ആൾക്കാർക്ക് കണ്ട കൊടുക്കുക. അതും 1 ലക്ഷം രൂപ ഫസ്റ്റ് കൊടുക്കണം എന്നുണ്ട് എന്നാണ് ഞാൻ പറഞ്ഞു കേട്ടിട്ടുള്ളത്. അങ്ങനെ 1 ലക്ഷം രൂപ കൊടുത്തു കഴിഞ്ഞാൽ അവരുടെ പേരിലേക്ക് ഇത് രജിസ്റ്റർ ചെയ്ത് കൊടുക്കും. ഇപ്പോൾ ഏകദേശം ഇവിടെ മൊത്തത്തിൽ കൊടുത്തിട്ടുണ്ട്, എങ്കിലും മേലത്തെ ഫ്ലോറുകളൊന്നും ഉപയോഗിക്കുന്നില്ല എന്നുള്ളതാണ് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുള്ളത്. താഴത്തുള്ള ഫ്ലോറുകൾ മാത്രമാണ് ഇപ്പോൾ ഉപയോഗിക്കുന്നത്. എങ്കിലും 2000-ഓളം ഫാമിലിക്ക് ഈ ഒരു ഏരിയയിൽ എന്ത് ചെയ്തിട്ടുണ്ട്, ഇത് കൊടുത്തിട്ടുണ്ട്. ഈ കാണുന്നതൊക്കെ ഫ്ലാറ്റുകളാണ്. ഓരോന്നിനും ബ്ലോക്ക് നമ്പർ കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. ഇത് പിന്നീട് ഓരോരുത്തർക്ക് വേണമെന്നുണ്ടെങ്കിൽ അവരവരുടെ ഇഷ്ടത്തിനുള്ള പെയിൻറ്റ് കാര്യങ്ങളൊക്കെ അടിക്കുക. അതാണ് ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഈ ഇതൊക്കെ അങ്ങനെ ചെയ്തു വെച്ചതാണ്. ഇവിടെ ഇങ്ങനെ ഒരു പള്ളി വരുന്നുണ്ട്, അമ്പലങ്ങൾ ഒരുപാട് വരുന്നുണ്ട്. ഈ മുന്നിൽ കാണുന്നതെല്ലാം തന്നെ ഓരോ ഫ്ലാറ്റുകളാണ്. എത്രത്തോളം ഭംഗിയായിട്ടാണ് ചെയ്തു വെച്ചിട്ടുള്ളത് എന്നാണ് ഞാനിങ്ങനെ ആലോചിക്കുന്നത് കേട്ടോ. ഏത് സൈഡിലേക്ക് നോക്കിയാലും തന്നെയാണ് അവസ്ഥ കേട്ടോ. എല്ലാ ഏരിയക്കും ഇതുപോലെ കോൺക്രീറ്റിൽ റോഡ് കാര്യങ്ങളൊക്കെ കൊടുത്തിട്ട് വളരെയധികം രസകരമായിട്ടുള്ള ഒരു സാഹചര്യമാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്.